നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. നാട്ടിടവഴികളിലെ നന്മകൾ തേടിയുള്ള യാത്രയെത്തി നിൽക്കുന്നത് പുയിലൂരെ സീരാട്ടൻ്റെ ചായക്കടയിലാണ്. സീരാട്ടൻ മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ട വ്യക്തിത്വമല്ല. എത്രയോ വർഷമായി മലയാളികൾക്ക് അറിയാവുന്ന നല്ല ഫുഡ് കൊടുക്കുന്ന, നാട്ടിൻപുറത്തിൻ്റെ നന്മകൾ ഇപ്പോഴും ആവാഹിച്ച് നല്ല ശുദ്ധമായ ഭക്ഷണം കൊടുക്കുന്ന ഒരു നാട്ടിൻപുറംകാരനാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പണമില്ലാത്തവർക്ക് തേങ്ങ കൊടുത്തിട്ടും ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന പഴയ നാട്ടു സംസ്കാരത്തിൻ്റെ ആ നന്മകളൊന്നും നഷ്ടപ്പെടാതെ ഇന്നും കൈമോശം വരാതെ കാത്തു സൂക്ഷിക്കുന്ന ഒരു പ്രത്യേകതയുള്ള ഹോട്ടലും അവിടുത്തെ ജീവനക്കാരുമാണ്. അപ്പോൾ സീരാട്ടൻ്റെ ഫുഡിൻ്റെ വിശേഷങ്ങൾ എന്താണെന്ന് കണ്ടറിഞ്ഞു വരാം. ഈ നാടിൻ്റെ സ്ഥലങ്ങളും ഈ നാട്ടിൻ്റെ മനോഹാരിതയും ഇവിടുത്തെ വിശുദ്ധിയുമൊക്കെ എല്ലാവർക്കും പരിചയപ്പെടുത്താനുള്ള ഒരു യാത്രയാണ് നാട്ടു നന്മകളുടെ ഓർമ്മകളിലൂടെ ഒരു യാത്ര, നാട്ടിടവഴികളിലൂടെ. സീരട്ടാ, എത്ര കൊല്ലായി നമ്മളിത് തുടങ്ങിയിട്ട്? ഇത് നമ്മള് 10-60-42 കൊല്ലായി കച്ചവടം ചെയ്യുന്നു. ഇതേ കച്ചവടം. അതെയാ? അന്ന് എങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ സ്റ്റാർട്ടിങ് എന്ന് വെച്ചാൽ ഇതിന് പുയിക്കണ്ട പക്ക ഇങ്ങനെ കൃഷിക്കാരുണ്ടാവുക. പുയിക്കും പിന്നെ പൊറാട്ടിലുണ്ടാവും. പക്ക ഇപ്പൊ യൂട്യൂബർ വന്നേരം ഒരുപാട് ആൾക്കാർ, പുറത്തുള്ള ആൾക്കാരായി ഇപ്പൊ അത് കൊണ്ടുവരുന്നത്. ഇപ്പൊ ഒരു 3 കൊല്ലായി യൂട്യൂബർ ഇറങ്ങിയിട്ട് ഒരുപാട് ടി വിക്കാരും ചാനലുകാരും പേപ്പറുകാരും പത്രത്തിലും ഇംഗ്ലീഷ് പത്രത്തിലും അപ്പൊ ഇപ്പൊ ഇഷ്ടം പോലെ ആള് വളരെ ദൂരം വരുന്നുണ്ട്. ഇവിടെ ഭയങ്കര തിരക്ക. ഇന്നലെ ഭയങ്കര തിരക്ക. കുറെ ആളുകൾ ഒഴിവാക്കിയിട്ട് 2 പ്രാവശ്യം ഉണ്ടാക്കി പോയിക്ക്. ഭക്ഷണം കണക്കൊന്നുമില്ല. ചില നാൾ ബാക്കി ഉണ്ടാവും. നമ്മളെ കായും കപ്പയും കടലയും 3 ചേർത്തുള്ള കപ്പ, പിന്നെ പുട്ട്, പൊറോട്ട, പിന്നെ ചിക്കൻ കറി ഉണ്ടാവും. നമ്മളെ ഭാര്യയുണ്ട് പൊറോട്ട ഇടുന്ന്, അനിയന്റെ ഭാര്യയുണ്ട്, ഓള് ഹെൽപ്പിങ്. പണ്ട് കാലത്ത് ഈ തേങ്ങ കൊടുത്ത് എങ്ങനെ തുടങ്ങിയത്? തേങ്ങ കൂടി പ്രദേശത്ത് തേങ്ങ കീഴ് വീണാല് എല്ലാവരും വീട്ടിൽ നമുക്ക് ചായക്ക് ഞാൻ തേങ്ങ തരും. അത് നമ്മൾ വീട്ടിൽ ചായം കൊടുത്ത് ബാക്കി പൈസയും കൊടുക്കും. ഇപ്പം തേങ്ങ വിലയുണ്ട്. അന്നത്തെ കാലത്ത് തേങ്ങ പൈസ ഒന്നുമില്ല. ഇപ്പം തേങ്ങ വില കൊണ്ട് ജാസ്തി പൈസ ഉണ്ടല്ലേ. നമ്മൾ ഇവിടുന്ന് ബോഡി ആക്കിയിട്ട് ഉണ്ടാക്കപ്പറിയില്ലേ, അതാക്കിയിട്ട് വളരെ കൊണ്ടുപോയി. 24, റിപ്പോർട്ടർ, മാതൃഭൂമിക്കാർ, ഓരോ ചാനൽ ടിവിയിലും വന്നു, ആ പത്രത്തിൽ വന്ന്, മനോരമയിൽ വന്ന്. സീരാട്ടനൊരു ഫേമസ് ആയ ആളാണ്. കേരളം മൊത്തം അറിയപ്പെടുന്ന മലയാളിയൊക്കെ ഏറെ സുപരിചിതനായ ഒരാളാണ്. അപ്പൊ ഹാപ്പിയാണ്. എന്താ സന്തോഷം. ആൾക്കാർ വന്ന് ഭക്ഷണം കഴിച്ച് നല്ല അഭിപ്രായം പറയുമ്പോൾ നമുക്ക് പൈസയും തരും, ജാസ്തി തരും. ഇഷ്ടം നമ്മളെല്ലാം ബുരകള കത്തിക്കുന്നത്, ബുരകളുടെ കത്തിക്കുന്നത്. പിന്നെ ഹിന്ദിക്കാരൻ നമ്മളെല്ലാം എല്ലാം കഴിക്കില്ല. എല്ലാം ബുര കത്തിച്ച് പൊറാട്ട വെച്ച് മടല ചുടുക, ചേരിയിൽ. പിന്നെ അങ്ങനെയല്ല, നമ്മൾ ഭാര്യയാണ് പൊറാട്ട എടുക്കുക. എല്ലാം കുടുംബമായിട്ടാണ്. മനസ്സ് നിറഞ്ഞ ഭക്ഷണമാണ് എല്ലാവർക്കും കൊടുക്കുന്നത് അല്ലെ. ശുദ്ധമായ ഇല ഇടാം, ഒരു കുത്തുമഴ ആളൊന്നുമില്ല, നല്ല വെള്ളം, നല്ല പ്രകൃതി, നല്ല മനോഹരമായ സ്ഥലമാണ്. ഇപ്പം ഇങ്ങോട്ട് ഒരു പൊതുവെ ജനങ്ങൾക്ക് എല്ലാം നല്ല പ്രകൃതി മനോഹരമായ സ്ഥലങ്ങളാണ്. അത് കോഴിക്കോട് ഇല്ല അല്ലെ, അത് കാണുന്നത്. ഓ, ഇപ്പൊ 2 ജില്ലകളെ നടുക്കാണ്. ആയിക്കോട്ടെ. വൈശാഖസന്ധ്യേ നിൻ ചുണ്ടിലെന്തേ അരുമസഖിതനധര കാന്തിയോ ഓമലേ. ഏട്ടാ നമസ്കാരം. നമ്മളിപ്പോ ശ്രീരാട്ടന്റെ ചായക്കടയ്ക്ക് മുന്നിലാണുള്ളത്, പുയിലൂര്. ഇവിടെ ഇടയ്ക്ക് വരാറുണ്ടോ? എവിടെയാ സ്ഥലം? എങ്ങനെയുണ്ട് ഇവിടുത്തെ ഭക്ഷണം? സൂപ്പർ ഭക്ഷണം. പ്രവാസിയാണോ? പ്രവാസിയാണ്. ആയിരുന്നു. അപ്പൊ ഗൾഫിൽ എവിടെയായിരുന്നു സ്ഥലം? ദുബായിലാണ്. ഇപ്പൊ ദുബായിലെ മൾട്ടി ഹോട്ടലുകളൊക്കെ ഉണ്ടല്ലോ, അവിടുത്തെ കഴിച്ചിട്ട് നമ്മുടെ നാട്ടിൻപുറത്തെ നന്മയുള്ള ഭക്ഷണശാലകൾ കാണുമ്പോൾ എന്താണ് പ്രത്യേകതയായി തോന്നുന്നത്? പ്രത്യേക ഫീൽ, അടിപൊളി ഭക്ഷണമാണ്. നമ്മളിങ്ങനെ ടൈം വിട്ട് വന്ന് കഴിക്കും. പ്രത്യേക ഇഷ്ടം നമ്മുടെ നാട്ടിലെ ഭക്ഷണം അതന്നെ മെയിൻ. ഇവിടുത്തെ പൊറാട്ടയും ഇവിടുത്തെ പുയ്ക്കാണ് ഇവിടുത്തെ പുയ്ക്ക് പൊറാട്ട, അതന്നെയാണ് മെയിൻ. അത് കഴിക്കാൻ ദൂരെ നിന്നുള്ള ആൾക്കാരായിരുന്നു, കുറെ ആൾക്കാർ ഇഷ്ടംപോലെ വരുന്നുണ്ട്.
നിങ്ങൾ നാട്ടിൽ വന്ന ഇവിടെ വന്നാലും കഴിക്കും? അടുക്കടുക്ക് വരൂ. ഇന്നെങ്ങനെ വന്നതാണ്? അതല്ലേ. പറയൂ നീ വിണ്ണിൽ നിന്നും പാറി വന്ന ലാവണ്യമേ വൈശാഖ സന്ധ്യ നിൻ ചുണ്ടിലെന്തേ അരുമ സഖിതൻ അധര കാന്തിയോ. പുനലൂരിലെ പ്രശസ്തമായ ശ്രീധരേട്ടൻ്റെ ചായക്കടയിലാണുള്ളത്. നമ്മുടെ കൂടെ ശ്രീരാട്ടൻ്റെ ഭാര്യയും ഇവിടുത്തെ ഭക്ഷണം ഉണ്ടാക്കുകയും ചെയ്യുന്ന ചേച്ചിയുണ്ട്. ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെ. എന്താ പേര്? ശോഭേച്ചി. ശോഭേച്ചി, ഇവിടെ എങ്ങനെയാണ് ഇവിടുത്തെ തിരക്കിന്റെ അവസ്ഥ എങ്ങനെയാ? ഇത് ശനിയും ഞായറും നല്ല തിരക്കായിരിക്കും. രാവിലെ ദൂരെ നിന്നുള്ള ആള് വരും. ശനി ഞായറും പയ്യന്നൂര് അങ്ങനെല്ലാം വരും. അങ്ങനൊക്കെ വരാറുണ്ട്. കൂത്തുപറമ്പുന്ന് കുറെ ആള് 40 ആള് വന്ന 40 ആൾ ഒന്നായിട്ട് വന്നു അല്ലേ? പിന്നെ ഇങ്ങനെ പലയിടത്തുനിന്ന് വരും. കണ്ണൂര്, തളിപ്പറമ്പ്, മട്ടന്നൂര് എല്ലായിടത്തും വരും. അപ്പൊ ആൾക്കാര് പുറം സ്ഥലത്ത് നിന്ന് അറിഞ്ഞു വരുന്നുണ്ട് അല്ലെ? കണ്ണൂർ ജില്ലക്ക് വെളിയിലുള്ള ആൾക്കാർ പോലും വരുന്നുണ്ട്. ഇപ്പൊ ചാനലിലൊക്കെ വന്ന് ഭയങ്കര ഫേമസ് ആണ്. സന്തോഷമാണോ? ഇപ്പോഴും ആൾക്കാർ തേങ്ങയെല്ലാം കൊണ്ട് തരുന്നുണ്ടോ? ചെറിയ പിള്ളേരെല്ലാം വരുമ്പോൾ തേങ്ങ എടുത്തിട്ട് വരിക. ഇപ്പൊ തേങ്ങ കുറച്ച് വില കൂടി. പണ്ട് കാലത്ത് വില കുറവുള്ള ഇഷ്ടമല്ലേ? ഒരു കൊല്ലം 10-25,000 തേങ്ങയെല്ലാം നമ്മൾ ഓരോരുത്തർ ആട്ടത്തെല്ലാം കൊണ്ടുവരും. അത് ശരി. ഇപ്പൊ എന്തൊക്കെയാ ഇവിടെ ഭക്ഷണമായിട്ട് ഉണ്ടാവില്ലേ? ഇപ്പം പൊയ്ക്ക്, പൊറാട്ട, പിന്നെ പുട്ട്, ചിക്കൻ കറി ഉണ്ടാവും. വേറെ കടൽക്കറി എന്തെങ്കിലും. പൊയ്ക്ക് എന്തിന്റെ പൊയ്ക്ക്? കപ്പ, കായ് എല്ലാം കൂടി ചേർത്തിട്ടാണോ? കടല ഇതെല്ലാം മിക്സ് ആക്കിയിട്ടുള്ള. ഏകദേശം എത്ര ആക്കുള്ള ഭക്ഷണം ഒരു ദിവസം കൊടുക്കണം? ശനി ഞായറൊക്കെ? ശനി ഞായറിൽ ഫുൾ ഇലാക്കിട്ട് പിന്നെ ഒരിക്കലും ഇലാക്കി 2 വട്ടയിൽ രണ്ടാക്കേണ്ടി. അപ്പൊ ഒന്നാൽ ഈ വീണ്ടും പ്രത്യേകത എന്ന് വെച്ചാല് പഴയ നമ്മുടെ നാട്ടിൻപുറത്തെ ഒരു നന്മയുള്ള ചായക്കട അല്ലെ? ഇപ്പൊ പഴയ എല്ലാം നമ്മള് ഒന്നും ഇതില്ല, നല്ല ഇത് തന്നെ, ഒന്നും കെമിക്കലൊന്നും ഇല്ലാണ്ട്. അതെ അതെ. ഇപ്പൊ ഇങ്ങനത്തെ ചായക്കടകളെല്ലാം നമ്മുടെ നാട്ടിൽ ഇല്ലാണ്ടായിപ്പോയി. എല്ലാം സ്റ്റാർ സെറ്റപ്പിലേക്ക് മാറിയെങ്കിലും നമ്മുടെ നാട്ടിൻ പുറത്ത് ഇതേപോലെ കിട്ടുന്ന ഇത്രയും മനോഹരമായി കിട്ടുന്ന മക്കള് നമ്മള് വിചാരിക്കും ഇവർ പോയിക്കൊന്നും തിന്നൂല, പക്ഷെങ്കില് നല്ലോണം കഴിക്കല്ലേ? കുട്ടിയൊക്കെ ഏറ്റവും ഇഷ്ടമാണ്. ആദ്യമൊന്നും ഹിന്ദിക്കാരല്ല, ഇപ്പൊ ഓർക്ക് പോയിക്കേ വേണ്ടു, കറിയൊന്നും വേണ്ട. അതല്ലേ? കപ്പ ഉണ്ടോ നീക്കും വന്നാട്. ഇപ്പൊ നമ്മളൊരു പ്രവാസിയെ പുറത്ത് വെച്ച് പരിചയപ്പെട്ട ആഴ പറയുന്നത്, പുറത്ത് ദുബായിലൊക്കെ താമസിക്കുകയാണെങ്കിൽ ഇവിടെ വന്ന് കഴിക്കുന്നതിന്റെ ഒരു സുഖം, അതിന്റെ സന്തോഷം വേറെ എവിടുന്ന് കിട്ടുന്നില്ല എന്ന് പറയും. കഴിഞ്ഞ ദിവസം ഇവിടുന്ന് ബാംഗ്ലൂർ വരെ പോയിക്ക് എത്തിച്ചു കൊടുത്തു. ഓ, അങ്ങനെയാണ്. ആടെയുള്ള എന്നെ വിളിക്കുന്നു, ഫ്ലാറ്റിലെല്ലാം ചേച്ചി നല്ല അടിപൊളി. അത് സന്തോഷമാണ്. എത്ര മണിക്കാണ് നിങ്ങളുടെ സ്റ്റാർട്ട് ആക്കുക? വീട് ഇവർ 5 മണിക്ക് വരും. 5 അന്നേരം ആൾക്കാരുണ്ടാവുക? ഇല്ല, അന്നേരം ഇങ്ങനെ പറമ്പത്ത് പണിയെടുക്കുക, തെങ്ങും വയറ്റക്കാറും അങ്ങനെ അവരൊക്കെ വരും. രാവിലെ പണിക്ക് പോകുന്ന ആൾക്കാർ. അന്നേരം പുട്ട്, പഴം, പപ്പടം അങ്ങനത്തെ എല്ലാം ഉണ്ടാവും. ഒരു 9 മണിയാകുമ്പോൾക്ക് നിങ്ങൾ വരും. ഇതെല്ലാം എത്ര മണി വരെ ഉണ്ടാവും സാധാരണ? ഇത് ഇന്നെല്ലാം വേഗം കഴിഞ്ഞിട്ട് രണ്ടാമത് പൊറാട്ടയെല്ലാം 3 കൂടിയെല്ലാം കുഴച്ചു. അറിയാ സാധാരണ എത്ര മണി വരെ ഉണ്ടാവില്ലേ? 1 മണി വരെ. 1 മണി പിന്നെ ഉണ്ടാവൂല. ശ്രീരാട്ടന്റെ ചായക്കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ച് പോകുമ്പോൾ ഭക്ഷണം കിട്ടാതെ തിരിച്ചു പോകുന്ന ഒരാളെ കണ്ടു. അപ്പൊ അയാളെയും കൂടി ഒന്ന് പരിചയപ്പെടാം. എന്താ പേര്? അസ്ലം. ഏത് സ്ഥലം? ഇവിടെ വരാറുണ്ടോ? ഇടയ്ക്ക് വരാറില്ല. എന്താ ചെയ്യുന്നത്? ഞാൻ ഇപ്പോ ഒരു കോഴ്സ് കഴിഞ്ഞ് എറണാകുളത്ത് വർക്ക് ചെയ്യായിരുന്നു. ഇപ്പൊ ഇവിടെ കടയിൽ വന്നപ്പോ ഭക്ഷണം എല്ലാം തീർന്നു പറയുന്നത്. ഇടയ്ക്കൊക്കെ ഭയങ്കര തിരക്കിടാറുണ്ട്. ഫ്രണ്ട്സുമായിട്ടൊക്കെ ഇവിടെ വരുന്നതാണ്. പിന്നെ ഫാമിലി ആയിട്ട് വരണം എന്ന് പറഞ്ഞപ്പോ അവരെ കൂട്ടി വന്നത്. അപ്പൊ ഫുഡ് തീരുകയും ചെയ്തു. ഉച്ചയാകുമ്പോഴത്തേക്ക് ഇവിടുത്തെ എല്ലാവരും 12 മണി 11 ആവണൊക്കെ ഏകദേശം തീർത്ത തീരുമല്ലേ? ഓൾമോസ്റ്റ് കഴിയുന്നത് ഇവിടെ. സാറിന് എന്തൊക്കെ ഇവിടെ ഉണ്ടാവാറ്? വന്നാൽ എന്തൊക്കെയാ കഴിക്കാറ്? മെയിൻ ആയിട്ട് ഇവിടെ ഹൈലൈറ്റ് പുയിക്കും, പിന്നെ അവരുടെ എന്താ പറയണ്ടേ പൊറാട്ട, അവർക്ക് പുട്ടോ എന്തൊക്കെയോ പുതിയ പുതിയ പരിപാടികൾ ചെയ്തിട്ട് ചിക്കൻ കറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ കുറെ തവണ വന്നിട്ടുണ്ട്. ഞാനൊരു 5 പ്രാവശ്യം അങ്ങനെ വന്നിരുന്നു. അപ്പൊ ഇവിടുത്തെ ഫുഡ് അനുഭവിച്ച് രുചിച്ച് അല്ല ഇഷ്ടപ്പെട്ടോണ്ട് വന്നതാണ്. ഹൈജീനാണ്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേക ഒരു കെമിക്കൽ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അവരെ തന്നെ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ചേർക്കാത്തതുകൊണ്ടുള്ള അതെ. പിന്നെ ഈ പ്രകൃതിന്റെ ഒരു വൈബ് ഉണ്ടല്ലോ അല്ലെ? ഭയങ്കര വെള്ളം ഒഴുകുന്നു, നല്ല നല്ല എക്സ്പീരിയൻസ് ചെയ്യാം. അതാണ്. സ്ഥലങ്ങളൊരു പ്രത്യേകതയുണ്ട്, ഭക്ഷണത്തിന്റെ ഒരു നന്മയുണ്ട്, നല്ല ആംബിയൻസും കാര്യങ്ങളായതുകൊണ്ട് പുറമേ തന്നെ ആൾക്കാർ നല്ലോണം വരുന്നുണ്ട്. ഇനിയിപ്പോ അവര് പറഞ്ഞു കൂത്തുപറമ്പെന്നെങ്ങാനും 40 ആളെങ്ങാനും ബസ്സൊക്കെ സ്പെഷ്യലി വിട്ട് വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഒരു വൈബും കാര്യങ്ങളും
ഒന്ന് ഈ നാടിന്റെ ഒരു മനോഹാരിത ഉണ്ട് അല്ലേ? പക്ഷേ നമ്മള് കുറെ വാഹനങ്ങൾ പോകുന്ന ഒരു സ്ഥലത്ത് നിന്ന് കഴിച്ചാൽ കിട്ടാത്ത ഒരു സ്ഥലം വേറെ ഫീൽ ആയിരിക്കും ഇവിടെ കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പൊ അടുത്ത പ്രാവശ്യം വന്നിട്ട് ഫുഡ് കഴിക്കാം അല്ലേ? അടുത്ത സൺഡേ വരണം കൂട്ടി വരണം അല്ലേ? അത് ഏറ്റവും അവസാനം പ്ലേറ്റ് തുടച്ചു തിന്ന പാത്രം തുടച്ചു തിന്നാനും കേട്ടില്ല ആ അവസ്ഥയാണ്. നമ്മൾ വരുമ്പോൾ എല്ലാം തീർന്നു. ഇവിടുത്തെ പൊറോട്ടയും തീർന്നു, ചിക്കൻ തീർന്നു, ഇവിടുത്തെ ഫേമസ് ഐറ്റംസ് എല്ലാം തീർന്നു. പക്ഷെ പുഴുക്കുണ്ട് കേട്ടോ. ഇത് എനക്കും ക്യാമറമാനും കൂടിയുള്ളതാണ്. അവനത് വായിൽ വെള്ളം ഊറി നിൽക്കുന്നുണ്ട്, അവനും കൂടി കൊടുക്കാം. അപ്പോൾ അടിപൊളിയാണ്. ഇവിടെ നമുക്ക് എല്ലാം കഴിക്കാം. അങ്ങനെ ഇവിടുത്തെ എല്ലാം തീർന്നു. അവസാനത്തെ അബിലിന്റെ കൂടെ പുഴുക്ക് കൂട്ടി തിന്നതാണ്. ഇതിൽ ചേച്ചി കപ്പ, കടല, ഇഞ്ചി ഇടും, പച്ചമുളക്, മഞ്ഞളിടും, മുളക് ഉപയോഗിക്കില്ല. മഞ്ഞളിടും, കടലയും കായും കപ്പയും ഇഞ്ചിയും പച്ചമുളകും അത് ആയത്. ഇപ്പോൾ ചോവേച്ചിയുടെ കൈപ്പുണ്യാണ് നമ്മളിപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ നമ്മൾ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ദുബായിലും 14 വർഷം ഉണ്ടായിരുന്നു. അവിടുത്തെ ഒരു സ്റ്റാർ ഹോട്ടലിൽ നിന്നൊക്കെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, 7 സ്റ്റാറും 5 സ്റ്റാറും ഒക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ ഒരു മനസ്സിന് സന്തോഷവും സുഖവും തോന്നുന്നത് നമ്മളിതേ ഒരു ഓടിട്ട പഴയ ഒരു ചായപ്പൊടിയുടെ സെറ്റപ്പിൽ ഇപ്പോഴത്തെ തലമുറകൾക്ക് അത്രയൊന്നും പരിചിതമല്ലാത്തൊരു സ്ഥലത്ത് നിന്ന് പ്രകൃതി മനോഹരമായ ഒരു സ്ഥലത്തിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സിൻ്റെ സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും സീരാട്ടനും ശോഭേച്ചിയും ഒക്കെ ഇനിയും ഒരുപാട് ആൾക്കാർക്ക് മനോഹരമായ ഫുഡ് കൊടുക്കുന്ന ഈ കേരളത്തിലെ തന്നെ ഏറ്റവും മെയിനായൊരു ഫുഡിൻ്റെ സ്പോട്ടായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ചാനലിലൊക്കെ വലിയ വലിയ ആൾക്കാരൊക്കെ വന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സ്ഥലമായി മാറിയിട്ടുണ്ട്. ഇനിയും ഉയർച്ചകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സൈൻ ഔട്ട്.